പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്കിടയിലൂടെ ഒരു വലിയ താഴ്വരയ്ക്ക് മുകളിലായി ദൂരെ പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതം പോലെ ആ കാഴ്ച. അതാണ് ഒറ്റക്കൽ ലുക്കൗട്ട് വ്യൂ. കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് കണ്ണു തുറക്കുന്ന ഒരിടം. ഒരു തുരങ്കത്തിൽ നിന്നും പുറപ്പെട്ട മലനിരകളെ കീറിമുറിച്ച് തൊട്ടടുത്ത തുരങ്കത്തിലേക്ക് പാഞ്ഞു പോകുന്ന ഒരു ട്രെയിൻ യാത്ര. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടുപിടിച്ച ആ വിഷ്വൽ ഇന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ്. പക്ഷേ നമ്മുടെ യാത്ര ഇവിടെ തീരുന്നില്ല. ഈ റെയിൽപാതകളും കടന്ന് നമ്മൾ പോകുന്നത് മറ്റൊരിടത്തേക്കാണ്. കൊല്ലം ജില്ലയിലെ ഒരേയൊരു ചായത്തോട്ടം. ബ്രിട്ടീഷുകാരുടെ കാലത്തെ ചരിത്രമറങ്ങുന്ന മണ്ണ്, പ്രകൃതിയുടെ പച്ചപ്പും വന്യതയും നിറഞ്ഞ ഒരു വേറെ തന്നെ വൈബ്, കാഴ്ചകളുടെ ഒളിഞ്ഞിരിക്കുന്ന സ്വർഗം അമ്പനാട് ഹിൽസ്. അതെ, നമ്മളിന്ന് പോകുന്നത് അമ്പനാട് ഹിൽസിലേക്കാണ്. എല്ലാവർക്കും ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരാം. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക അഷ്ടമുടിക്കായലും തങ്കശ്ശേരി ലൈറ്റ് ഹൗസും ഒക്കെയാവും. എന്നാൽ കൊല്ലം ജില്ലയിലെ മൂന്നാറിനെ വെല്ലുന്ന അധികമാരും അറിയാത്ത ഒരു മനോഹരമായ ഹിൽ സ്റ്റേഷനുണ്ട്. അതാണ് അമ്പനാട് ഹിൽസ്. ബ്രിട്ടീഷുകാർ പണ്ടുണ്ടാക്കിയ ചായത്തോട്ടവും കോടമഞ്ഞും നിറഞ്ഞ അമ്പനാടിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇങ്ങോട്ടേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. റൂട്ടിൽ കുറച്ച് ഭാഗം നല്ല ഓഫ് റോഡ് പാതയാണ്. ഇരുവശത്തും ഇടതൂർന്ന കാടുകളും റബ്ബർ തോട്ടങ്ങളും കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കാലാവസ്ഥ മാറാൻ തുടങ്ങും. വായുവിൽ നല്ല തണുപ്പ് പടരുന്നത് അറിയാം. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനമായ അമ്പനാടേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്ന് നോക്കാം. കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് പുനലൂരും മനോഹരമായ ലുക്കൗട്ട് വ്യൂവും തെന്മല ഡാമും ഒക്കെ പിന്നിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. മെയിൻ റോഡിൽ നിന്ന് നമ്മൾ തിരിയേണ്ടത് കഴുതുരുട്ടി എന്ന സ്ഥലത്തു നിന്നാണ്. കഴുതുരുട്ടിയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അമ്പനാട് റൂട്ടിലേക്ക് കയറുന്നതോടെ വഴിയുടെ ലുക്ക് ആകെ മാറും. റോഡിന് ഇരുവശവും വലിയ റബ്ബർ തോട്ടങ്ങളും കാടുകളും നിറഞ്ഞ വല്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും കുറച്ച് ഭാഗം നല്ല ഓഫ് റോഡ് പാതയാണ് കേട്ടോ. കുഴികളും കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ വണ്ടി പതുക്കി വേണം ഓടിക്കാൻ. വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു അടിപൊളി റൂട്ടാണിത്. ഏതാണ്ട് 10-12 കിലോമീറ്റർ ഈ കയറ്റം കയറി നമ്മൾ എസ്റ്റേറ്റിൻ്റെ അതിർത്തിയിൽ എത്തുമ്പോൾ തന്നെ താഴെ ചൂടായിരുന്ന കാലാവസ്ഥ മാറി നല്ല തണുപ്പുള്ള വായു നമ്മളെ വന്നു മൂടും. നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞു. കൊല്ലം ജില്ലയിലെ ഏക തേയിലത്തോട്ടമാണിത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാരാണ് ഈ എസ്റ്റേറ്റ് നിർമ്മിച്ചത്. ഇവിടെ ഇപ്പോഴും പഴയ ബ്രിട്ടീഷ് കാലത്തെ ചായപ്പൊടി നിർമ്മാണ യന്ത്രങ്ങളും ഫാക്ടറിയും നമുക്ക് കാണാൻ സാധിക്കും. ചുറ്റും നോക്കൂ, കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പരവതാനി വിരിച്ച പോലെ തേയിലച്ചെടികൾ മാത്രം. ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അമ്പനാട് ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രവേശിക്കാൻ ഒരു എൻട്രി ഫീസ് നൽകണം. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സമ്മതപത്രവും എഴുതി ഒപ്പിട്ട് നൽകണം. നമ്മുടെ വണ്ടി നമ്പരും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിലും എല്ലാം കൊടുത്തിട്ടാണ് സമ്മതപത്രം ഒപ്പിട്ട് നൽകേണ്ടത്. രാവിലെ 7 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന സമയം. ഇവിടെ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്നതാണ് സൗകര്യം. ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. 1-2 ചായക്കടകൾ മാത്രമാണ് ഉള്ളത്. ഗ്രാമ്പുവും തേയിലയുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. അതിനിടയിലൂടെ നമ്മൾ പോകുന്നത് വ്യൂ പോയിന്റും തേയില ഫാക്ടറിയുടെയും അടുത്തേക്കാണ്.
വഴിയിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമാണ് ഈ കാഴ്ചകൾ. ഫോട്ടോകൾ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റിയ ഒരിടം. മാങ്ങ ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ തേയില ഫാക്ടറിയിലേക്കുള്ള വഴിയാണ്. വലതുവശത്തേക്ക് തിരിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 വ്യൂ പോയിന്റുകളിലേക്കുള്ള വഴിയാണ്. അതിമനോഹരമായ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അമ്പനാടേക്ക് പോന്നോളൂ നിങ്ങളും. പാറകളും മരങ്ങളും വളവുകളും തിരിവുകളും നിറഞ്ഞ ഈ വഴിയിലൂടെ വാഹനമോടിച്ച് പോകുന്നത് തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഈ കാണുന്നതാണ് പ്രധാന വ്യൂ പോയിന്റുകളിൽ ഒന്ന്. വെള്ളയും ഇളം നീലയും കലർന്ന ആകാശത്തിൻ്റെ മനോഹരമായ കാഴ്ചകളോടൊപ്പം മലനിരകളുടെയും കാഴ്ച കാണാൻ എന്ത് ഭംഗിയാണ്. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അവസാനത്തെ വ്യൂ പോയിന്റിലാണ്. ഇവിടെ കാട്ടാനശല്യം ഉള്ളതുകൊണ്ട് ഫെൻസിങ് ഇട്ട് എന്തോ കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഈ പാറയുടെ മുകളിൽ നിന്നാൽ അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റും. ഇവിടുന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു പ്രത്യേക ഫീലാണുള്ളത്. ഇവിടെ അരുവിയുണ്ടോ? ഞങ്ങൾ ഉച്ചക്കലത്തെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. പൊതിച്ചോറാണ് കൊണ്ടുവന്നത്. അതും കഴിച്ച് അവിടെ കുറേ നേരം ചിലവഴിച്ചു. അപ്പോൾ അതാ വരുന്നു ഒരു മഴ. പെട്ടെന്ന് മഴ വന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്.
ഇവിടെയാണ് തേയില ഫാക്ടറിയും എസ്റ്റേറ്റ് ഓഫീസും. ഞങ്ങൾ ഫാക്ടറിയിൽ കയറിയില്ല, അവിടെ വരെ പോയി കറങ്ങി വെളിയിൽ നിന്ന് കണ്ടുപോരുന്നു. ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നത് ആനച്ചാടി വഴിയാണ്. കഴുകുറ്റിയിൽ നിന്നും നെടുമ്പാറ വഴിയും ആനച്ചാടി വഴിയും അമ്പനാട് വരുവാൻ പറ്റുന്നതാണ്. ഞങ്ങൾ നെടുമ്പാറ വഴി വന്ന് ആനച്ചാടി വഴി തിരിച്ചു പോവുകയാണ്. ഈ വഴിയിൽ കാട്ടാന ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അതുകൊണ്ട് സൂക്ഷിച്ചു പോവുക. അതിമനോഹരമായ പല വ്യൂ പോയിന്റുകളും ഈ വഴിക്കും കാണാം. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ തേയില കട്ട് ചെയ്യുന്ന അതിമനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റും പോകുന്ന വഴിയിൽ. ഇത് അമ്പനാട് ഹിൽസിലുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ്. ആനച്ചാടി ഗ്രാമത്തിലെ ഒരു സാധാരണ ചായക്കടയിൽ നിന്നും ചായയും ഉള്ളിവടയും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഓഫ് റോഡ് ഡ്രൈവിങ്ങും ട്രക്കിങ്ങും പ്രകൃതി ഭംഗിയും ആസ്വദിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളും തയ്യാറായിക്കോളൂ അമ്പനാട് ഹിൽസ് യാത്രയ്ക്കായി. അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വ്ലോഗ് ആയി ഉടൻ വരുന്നതാണ്. മിക്കവാറും ഡൽഹി ടു കേരള വ്ലോഗാകും അത്. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടമായി എങ്കിൽ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും, ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോയും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.